നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എന്റെ കയ്യിൽ കൊന്തയുണ്ടെങ്കിൽ അയാൾ അനുഭവിക്കും. ഒരു വെളുപ്പാൻ കാലത്ത് ഈരാറ്റുപേട്ടയിലെ വീട്ടിൽ നിന്നും പി.സി. ജോർജിനെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയപ്പോൾ പി.സി. ജോർജിന്റെ ഭാര്യ ഉഷ ജോർജ് തന്റെ കയ്യിലുണ്ടായിരുന്ന കൊന്ത മുറുകെ പിടിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞതാണ് ഇത്. ഈ ശാപവാക്കുകൾ മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെയായിരുന്നു. ഇന്നിപ്പോൾ മകൾ വീണയ്ക്ക് നേരെ കേന്ദ്ര ഏജൻസി അന്വേഷണം കടുപ്പിക്കുമ്പോൾ അതിന് പിന്നിൽ ചരട് വലിച്ചത് മുഴുവൻ പി.സി. ജോർജും മകൻ ഷോൺ ജോർജും ആണെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഉഷയുടെ അന്നത്തെ വാക്കുകൾ പിണറായിക്ക് അറം പറ്റിയെന്ന ചർച്ചകളാണ് വരുന്നത്. ഉഷ ജോർജ് കൊന്ത ചൊല്ലിയത് വെറുതെ ആയില്ല, കൊന്ത പ്രവർത്തിച്ചു തുടങ്ങിയെന്നാണ് ചർച്ചകൾ വരുന്നത്. കാത്തിരുന്ന് പിണറായിക്കിട്ട് പണി വെച്ചിരിക്കുകയാണ് പി.സി. ജോർജ്. പീഡന കേസിൽ പി.സി. ജോർജിനെ മുൻപ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയായിരുന്നു ഉഷ ജോർജിന്റെ ഈ പരാമർശങ്ങൾ. മുഖ്യമന്ത്രി പിണറായി വിജയനെ വെടിവെച്ചു കൊല്ലാൻ ആഗ്രഹമുണ്ടെന്നും കയ്യിൽ കൊന്തയുണ്ടെങ്കിൽ അയാൾ അനുഭവിക്കുമെന്നും ഉഷ മാധ്യമങ്ങളോട് പൊട്ടിത്തെറിച്ചിരുന്നു. പി.സി. ജോർജിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നായിരുന്നു പി.സി. ജോർജിന്റെ കുടുംബത്തിന്റെ ആരോപണം. ശരിക്കും പറഞ്ഞാൽ അയാളെ എനിക്ക് വെടിവെച്ചു കൊല്ലണമെന്നുണ്ട്. നിങ്ങളിത് ചാനലിൽ കൂടി വിട്ടാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. എൻ്റെ അപ്പൻ്റെ റിവോൾവറാണ് ഇവിടെ ഉള്ളത്. കുടുംബത്തിലെ എല്ലാവരും വേദനിക്കുന്നുണ്ട്. എൻ്റെ ഈ കയ്യിൽ കൊന്തയുണ്ടെങ്കിൽ അയാൾ അനുഭവിച്ചേ തീരൂ. ഇത്രയും പ്രായമായ ഒരാളെ പിടിച്ച് ജയിലിൽ ഇടാമോ? ഇതായിരുന്നു ഉഷ ജോർജ് പ്രതികരിച്ചത്. ഉഷ ജോർജ് അന്ന് പറഞ്ഞത് ഇന്നിപ്പോൾ പിണറായിക്ക് തലയ്ക്ക് മുകളിൽ വാളാകുകയാണ്. പി.സി. ജോർജ് ബി.ജെ.പിയിൽ പ്രവേശിച്ചതിന് പിന്നാലെയാണ് വീണയ്ക്കെതിരായ കേസ് ചൂട് പിടിച്ച് തുടങ്ങിയത്. ഇതിന് പിന്നിൽ പി.സി. ജോർജ് തന്നെയാണെന്ന് വലിയ വാദം നടക്കുന്നുണ്ട്. പി.സി. ജോർജും അന്ന് പറഞ്ഞിരുന്നു, എന്നെ അറസ്റ്റ് ചെയ്യിച്ചതിന് പണി തരുമെന്ന്, കാത്തിരുന്നോളൂ പിണറായി എന്ന്. ആ പണി ഇപ്പോൾ കൃത്യസമയത്തിട്ട് പി.സി. കൊടുത്തോ? വലിയ പോലീസ് സന്നാഹം എത്തി വീട് വളഞ്ഞാണ് പി.സിയെ അറസ്റ്റ് ചെയ്തത്. തീവ്രവാദിയെ കൊണ്ടുപോകുന്നത് പോലെയായിരുന്നു പിണറായി പോലീസ് പിടിച്ചുകൊണ്ടുപോയത്. കാത്തിരുന്നോ, ഇതിന് ഞാൻ തരുമെന്ന് പി.സി. അന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. അതിനെ CPM അന്ന് പുച്ഛിച്ചു തള്ളി. പക്ഷേ കളി കാര്യമായി. പി.സി. കയറി പൊട്ടിച്ചു. നാവിന് ലെവലേശം ലൈസൻസ് ഇല്ലാത്ത രാഷ്ട്രീയക്കാരനാണ് പി.സി. ജോർജ്. വാ പോയ കോടാലി എന്ന് എല്ലാവരും പരിഹസിക്കുന്ന രാഷ്ട്രീയക്കാരൻ. പലപ്പോഴും അങ്ങേയറ്റം സ്ത്രീവിരുദ്ധത പറയുന്ന ആളുമാണ്. പൊതുവെ പി.സിക്ക് ഒരു വിലയും ആരും കൊടുക്കാറില്ല. പക്ഷേ പിണറായിക്കിട്ട് പണിഞ്ഞതോടെ പി.സിയാണ് ചർച്ചകളിൽ നിറയുന്നത്. എക്സാലോജിക് കമ്പനിയും സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷന് കീഴിലെ CMRLും തമ്മിലുള്ള ഇടപാടിനെക്കുറിച്ച് അന്വേഷണം പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ നൽകുന്നത് ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന സൂചനയാണെന്ന് വിദഗ്ധർ പറയുന്നു. ബി.ജെ.പിയിൽ ചേർന്ന പി.സി. ജോർജിന്റെയും മകൻ ഷോൺ ജോർജിന്റെയും ഇടപെടലിന്റെ ഫലമാണ് ഈ തീരുമാനമെന്ന് വിശ്വസിക്കുന്നവരും ഏറെയാണ്. വീണയെ പൂട്ടാൻ ഷോൺ ജോർജ് ഹൈക്കോടതി കയറുകയും ചെയ്തിട്ടുണ്ട്. വീണ് കിട്ടിയ അവസരം മുതലെടുത്ത് പണിയുകയാണ് പി.സി. ജോർജ്. CPM അടിമുടി പ്രതിരോധത്തിലാണ്. മുഖ്യമന്ത്രി ഉറക്കം നഷ്ടപ്പെട്ട് നടക്കുകയാണ്.